ലഞ്ച് പ്രിപ്പറേഷനാണ്. ഞാനപ്പോൾ ഇന്ന് രാവിലെ 6 മണിയൊക്കെ ആയപ്പോഴാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയത്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഫുൾ നൈറ്റായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഒന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങി. പിന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും 11 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. അന്യ ഉണ്ടായിരുന്നെങ്കിൽ അവൾ നിർബന്ധിച്ച് അവൾ കഴിപ്പിക്കും, അവൾ കൂടി ഇരുന്ന് കഴിക്കണം. അങ്ങനെയാണ്. ഇതിപ്പോൾ ആളാണെങ്കിൽ നാട്ടിലാണ്, ഇനിയിപ്പോൾ സൺഡേ വരുള്ളൂ. ചോറും കറിയൊക്കെ വെക്കണേ. ഇതിപ്പോൾ ഈ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 മണി ആകുമ്പോഴേക്കും ചോറും കറിയൊക്കെ ആവണം എന്നാണ് എൻ്റെ ടാർഗറ്റ്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചോറ് വെക്കാവേ, അല്ലെങ്കിൽ ഞാനത് മറക്കും. എനിക്കാണല്ലോ 1-2 പ്രാവശ്യം ഞാനങ്ങനെ മറന്നു പോയിട്ടുണ്ട്. എപ്പോഴും കറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, ചോറ് മറന്നു ഇടാനായിട്ട്. അപ്പോൾ ഞാൻ അരി ഇടാനുള്ള വെള്ളമൊക്കെ ഇപ്പോൾ ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അരി വയ്ക്കുന്നതെന്ന് വെച്ചാൽ തെർമോക്കോളിൻ്റെ ഹോട്ട് ബോക്സിലാണ് വെക്കുന്നത്. അതപ്പോൾ ചോറാകാനായിട്ട് ഏകദേശം 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോഴേക്കും നമുക്ക് കറിയെല്ലാം ആക്കണം. ഞാനപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ തന്നെ മീനൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ട് അത് കട്ട് ചെയ്ത് ഇനി സമയം കളയണ്ട. പിന്നെ ഇനി അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പൊതുവേ മീൻകറി കുറച്ച് തേങ്ങ ചേർത്തിട്ടാണ് ഞാൻ വെക്കാറ്. ഇന്നാണെങ്കിൽ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയിട്ട് മീൻകറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനപ്പോൾ കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ പൊട്ടിക്കണം. അമ്പാടി ഉണ്ടായിരുന്നെങ്കിൽ അമ്പാടിനെ കൊണ്ട് ഞാൻ പൊട്ടിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വഴക്കിടുമ്പോൾ മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിക്കാറുള്ളൂ. ഇതിപ്പോൾ ഇവിടെ അമ്പാടിയില്ല, അപ്പോൾ ഞാൻ തന്നെ തേങ്ങ വെള്ളത്തിന് വേണ്ടി ഞാനൊരു പരിശ്രമം നടത്തിയെങ്കിലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അത് ഫ്ലോപ്പായിപ്പോയി. സാരില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് ഇനി അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ചെറിയ ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. ചട്ടി ചൂടായി വന്നപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റി. കറിവേപ്പില ഇല്ലായിരുന്നു, ഉള്ളതുകൊണ്ട് ഓണം പോലെ അത്ര തന്നെ. പിന്നെ കുറച്ച് തേങ്ങ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനത് ബോക്സിലാക്കി ഫ്രിഡ്ജിലേറ്റി. ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അതിനുശേഷം ഞാൻ തേങ്ങ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിലോട്ട് ചേർത്തു. അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും മാങ്ങയും പിന്നെ മീനും ചേർത്ത്. എന്ത് സിമ്പിളല്ല എൻ്റെ മീൻകറി. പിന്നെ കടുക് പൊട്ടിക്കേണ്ടവർക്ക് പൊട്ടിക്കാം കേട്ടോ, ഞാൻ ഇടയ്ക്കൊക്കെ പൊട്ടിക്കാറുള്ളൂ. പിന്നെ കുറച്ച് മീൻ മുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടെ അതിലോട്ടിട്ടു, പിന്നെ മൂടി വെച്ചേ. ഇനി പീച്ചിങ്ങ അരിയാം. പീച്ചിങ്ങ ആട്ടോ ഒന്ന് മെഴുക്കുരട്ടിയായിട്ട് വെക്കുന്നത്. ഞാനിതിനെ പീച്ചിങ്ങ എന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും മീൻകറിയായി. ഞാൻ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഉണ്ടായിരുന്ന ഉള്ളിയും പിന്നെ വറ്റൽമുളകും ഒന്ന് മിക്സിയിലെടുത്തൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഇനി ചീനച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി മുളകും ചേർത്ത് വഴറ്റിയെടുക്കണം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് പീച്ചിങ്ങ ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം നമുക്ക്. അങ്ങനെ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി ഒരു ഓംലെറ്റ് കൂടി ആയാൽ പണി കഴിഞ്ഞു. എനിക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ കഴിക്കാൻ തോന്നും. ഇന്നലെ ആണെങ്കിൽ സേലത്തെ പച്ചരി ചോറായിരുന്നു. എന്നാലും ഉള്ളതിൽ ഭേദം അവിടുത്തെ ഫുഡാട്ടോ. ബാക്കി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സ്ഥലത്തെ ഫുഡൊക്കെ ശോകമാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തായിരുന്നേ. അപ്പോൾ ഞാനത് ചോറ് അവിടെ വാർക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുക. എനിക്കാദ്യം ഇങ്ങനെ ചോറ് വാർക്കാനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ തൊടുപുഴ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെയാണ് ചോറ് വാർക്കുന്നത്. പിന്നെ അതൊക്കെ പയ്യെ പഠിച്ചെടുത്തു. അപ്പോൾ എന്നാൽ ഇനി ചോറ് കഴിക്കാമേ. മീൻകറി ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരു കറിയും വേണ്ടാത്തതാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ഊണ് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയതല്ലേ, അതാ പറ്റുന്ന പോലെ എന്നെ കൊണ്ടാവുന്ന പോലെ ഒന്ന് പരിപോഷിപ്പിച്ച് വെച്ചത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഇനി ബാക്കി വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.